മക്കയിലെ ഹറമിൽ ജുമാ നമസ്കാരത്തിൽ 3.25 ലക്ഷത്തോളം ഇന്ത്യൻ തീർത്ഥാടകർ പങ്കെടുത്തു. താമസ സ്ഥലങ്ങളിൽ നിന്നും തീർത്ഥാടകരെ ഹറമിലേക്കും തിരിച്ചുമെത്തിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രത്യേക ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. മലയാളി സന്നദ്ധ സേവകർക്ക് ഹാജിമാർക്ക് സഹായവുമായി എത്തി. മുക്കാൽ ലക്ഷത്തോളം ഇന്ത്യൻ തീർത്ഥാടകരാണ് ജുമുഅയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാനായി മക്ക ഹറമിലെത്തിയത്. ഹാജിമാരെ ഹറമിലെത്തിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ വിപുലമായ സൗകര്യങ്ങൾ നടത്തിയിരുന്നു. ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി എത്തിയാണ് മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചത്. കോൺസുൽ ജനറലിന്റെ പത്നി ഫഹ്മിന ഖാനും ഫ്രൈഡേ ഓപ്പറേഷന്റെ ഭാഗമായി. We are here at the Ajiyat bus point. We are here to facilitate the Friday prayer movement. This is an important element of our Hajj operations. This is where we facilitate movement of our pilgrims after they offer their Friday prayers to their respective accommodation. പുലർച്ചെ മുതൽ തന്നെ ഹാജിമാർ ഹറമിലേക്ക് പുറപ്പെട്ടു തുടങ്ങി. രാവിലെ 10:30 മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും ഹറമിലെത്തി. ഇത്രയും ജനലക്ഷങ്ങളോടൊപ്പം ജുമാ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠത ഉണ്ടല്ലോ. അതിൽ പങ്കെടുക്കാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ അസീസിയിൽ നിന്ന് അങ്ങോട്ട് എത്തിയത്. ടാക്സിയൊക്കെ വിളിച്ചിട്ടാണ്, പിന്നെയും ഒരുപാട് നടന്നിട്ടാണ് എന്തായാലും ഹറമിൽ കയറാൻ കഴിഞ്ഞു. ജീവിതത്തിലാദ്യത്തെ ഹറമിലുള്ള വെള്ളിയാഴ്ചയാണ്. ഇൻഷാല്ലാ വളരെ ഉഷാറായി പോലെ തന്നെ ഭയങ്കര ജനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉള്ളിലിരിക്കാൻ സീറ്റൊക്കെ കിട്ടി. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. മസ്ഹൂത്ത ബസ് സ്റ്റേഷൻ വഴിയാണ് ഭൂരിഭാഗം ഹാജിമാരും ഹറമിലെത്തിയത്. ശേഷിക്കുന്നവർ ജർവൽ ഷാബ് ആമിർ വഴിയും ജുമാക്കെത്തി. 3:45 ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി നിസ്കാരം സുബഹി നിസ്കരിച്ച് നേരെ തവാഫ് ചെയ്തു. പിന്നെ പള്ളിയിലേക്ക് വന്നു. പിന്നെ ഇപ്പോൾ ജുമാ കഴിഞ്ഞു തിരിച്ചു പോരുകയാണ്. ഞങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഹറം തന്നെ ആദ്യം കാണണമെന്നുള്ള ആഗ്രഹം. അതേമാതിരി ഇത്രയും ജനങ്ങളോടൊപ്പം ഞങ്ങൾക്ക് താമസിക്കാൻ സാധിച്ചതിൽ വളരെയധികം അല്ലാഹുവിനെ ഞങ്ങൾ സ്തുതിയാണ്. 7000-ലധികം മലയാളി ഹാജിമാരും ജുമായിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ ഇന്ന് ഹറമിലെത്തി. ഹാജിമാർക്ക് സഹായത്തിനായി വഴിനീളെ സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.